ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ബ്ലാസ്റ്റേഴ്സിന് തലയുയർത്തി നിൽക്കാൻ പാകത്തിനൊരു വിജയം മുഹമ്മദൻസിനെതിരെ നേടിയെടുക്കുവാൻ സാധിച്ചു. ഭാസ്കർ റോയുടെ ഓൺ ഗോൾ, നോഹ, കൊയഫ് എന്നിവരുടെ മിന്നും ഗോളുകളടക്കം 3-0 എന്ന വലിയ മാർജിനിൽ സീസണിലെ രണ്ടാം ക്ലീൻ ഷീറ്റ് വിജയം ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചു. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തോമസ് ജോർജും ടി.ജി. പുരുഷോത്തമനും ടീമിൽ വലിയ മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നതായി തോന്നിയില്ലെങ്കിലും അവർ ചെയ്ത ചില കാര്യങ്ങൾ എടുത്തു പറയുക തന്നെ ചെയ്യണം. ആദ്യം തന്നെ ഗോൾ കീപ്പർ സച്ചിനിൽ വന്ന മാറ്റമാണ്. നിരന്തരം വലിയ മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടിരുന്ന പ്ലെയറാണ് സച്ചിൻ. തന്നെ കളി പഠിപ്പിച്ച് സീനിയർ ടീമിലേക്ക് എത്തിച്ച കോച്ചാണ് തോമസ് ജോർജ്. തോമസ് ജോർജിൻ്റെ അണ്ടറിലായിരുന്നപ്പോഴാണ് സച്ചിന് റിലയൻസ് ഫൗണ്ടേഷൻ യൂത്ത് ലീഗിൽ ഗോൾഡൻ ഗ്ലോവ് വിന്നറായത്. സച്ചിൻ്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഇവർ ഡിഫൻസ് നിലയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതായി തോന്നി. യാതൊരുവിധ പിഴവുകളും സൃഷ്ടിക്കാത്ത ഒരു ഡിഫൻസ് യൂണിറ്റാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. കൂടാതെ നിരന്തരമായി ഓവർലാപ്പ് ചെയ്തു പോയിക്കൊണ്ടിരുന്ന ഫുൾ ബാക്കുകൾ ഈ മാച്ചിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കയറി പോവുകയും അല്ലാത്ത സമയങ്ങളിൽ തൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യുന്നതായും കണ്ടു. സ്റ്റെഹറയുടെ വിങ് ബേസ്ഡ് ഗെയിം പ്ലേയിൽ നിന്ന് മാറി ലൂണ ബേസ്ഡ് ഗെയിം പ്ലേ ആയതുപോലെ തോന്നി. നോഹയിലൂടെ മാത്രം അറ്റാക്കിംഗ് നടത്തിക്കൊണ്ടിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഈ മാച്ചിൽ 2 വിങ്ങും ഒരുപോലെ യൂസ് ചെയ്തു. എടുത്തു പറയേണ്ട മറ്റൊരു ചേഞ്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. 2 ഗോളിൻ്റെ ലീഡിൽ വന്നപ്പോൾ തന്നെ നോഹയെ പിൻവലിച്ച് കോയഫിനെ ഇറക്കി ഡിഫൻസ് ശക്തമാക്കി. കൂടാതെ കോയഫ് ഒരു ഗോളും സ്കോർ ചെയ്തു. സബ്സ്റ്റിറ്റ്യൂഷൻസ് കറക്റ്റ് ടൈമിൽ നടത്തിയതിൻ്റെ കൂടി ഫലമാണ് ഈ വിജയം. ഗോൾ അടിക്കുമെന്ന് ഉറപ്പാണ്. ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കാനാണ് ഞങ്ങൾ കൂടുതൽ ശ്രമിച്ചത്. മത്സരശേഷം ടി.ജി. പുരുഷോത്തമൻ പറഞ്ഞ വാക്കുകളാണിത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരസ്യവാചകം പോലെ തിരിച്ചുവരവിൻ്റെ ചാമ്പ്യൻസായി മാറാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ.